എവിടെ വരെ പോവും? എവിടെ വരെ പോയി പാത്ത് നിൽക്കുമോ നോക്കട്ടെ. പോവാണ് പോയിട്ടോ എന്തുമാ കഥകെ തുറ. ആരാ ഇന്ന് പറയാം അത് കണ്ടായിരുന്നു. അപ്പൊ പിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്ത് ഓർക്കുന്നത്? അവിടെ ചെല്ലുന്നത് ഇപ്പൊ ഞങ്ങളല്ലേ, നമ്മളങ്ങനെ വിചാരിക്കരുത്. നമ്മൾ പിന്നെ ഞങ്ങൾ എടുക്കണം പിന്നെ പറഞ്ഞു ഞങ്ങൾ നമ്മളെ വെച്ചാൽ മോനിക്കൊണ്ട് എടുക്കാന്നുള്ളത്. ഇട്ടു പുതിയ ബെഡ്ഷീറ്റിന് തലാണക്കാറുമായത്. നിന്റെ ടർക്കി കഴുകി നല്ല വൃത്തിയായിട്ട് 3 തവണ കഴുകിയിട്ട ടർക്കി. അത് തറയെല്ലാം തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഇതെന്ത് സാനിറ്റൈസർ അടിക്കണമായിരുന്നു. റൂം വൃത്തിയാക്കിയില്ലെന്ന്. അയ്യോ, 1-ാം തീയതി ആയപ്പോ എല്ലാം വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ തന്നെ ഇന്നലെ ഇവിടെ എല്ലാം തൂത്ത് തുടച്ചത്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ ചൊവ്വേ കൈകൊണ്ട് കഴിക്കാൻ അറിയത്തില്ല. ഉടുപ്പെടുത്തിട. ഉടുപ്പില്ല നീക്ക് ഒരു തന്നെ. അതുകൊണ്ടാ വീഡിയോക്കകത്ത് കാണിക്കാത്ത. ഇന്ന് രാവിലെ 5 മണി, ഇന്നലെ രാത്രി 11 മണിക്കുള്ള ട്രെയിൻ കയറി. ഇന്ന് വൈകുന്നേരം 4 മണിയായപ്പോ എത്തി. ട്രെയിൻ 3 മണിക്കൂർ ഡിലേ ആയിരുന്നു. അങ്ങനെ ചുറ്റി കറങ്ങി ഉറങ്ങി തിരിഞ്ഞിങ്ങ് വന്നു പ്രിയങ്ങളെ. ഞാനും വന്നു, മുത്തുമണിയും വന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ രാവിലെ 10-11 മണി 12 മണി ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വന്നപ്പോൾ ഒരു നേരമായി. അപ്പൊ ഞാൻ രാവിലെ ജോലിക്ക് പോയി. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷെ കഴിച്ചില്ല. അപ്പുവ വിളിക്കാൻ പോയത്. എന്നിട്ട് രണ്ടുപേരുടെ അവിടെ കയറി അപ്പൂൻ്റെ അടുക്കുന്ന ചോറൊക്കെ ഉണ്ടു. പിന്നെ ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുക്ക വന്നു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ അവർ ടൗണിലോട്ട് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു, ജിമ്മിന് പോകാമെന്ന് പറയുന്നു. അപ്പം ഞാൻ എന്തായാലും രാവിലത്തേടെ എല്ലാം റെഡിയാക്കി വെച്ചതുകൊണ്ട് ഇന്നിനി വൈകിട്ട് പാചകമൊന്നുമില്ല. ഇന്നലത്തെ ജോലി ചെയ്ത് എൻ്റെ ശരീരം അനങ്ങിയതിൻ്റെ ബുദ്ധിമുട്ട് അതുണ്ട് കേട്ടോ. ശരീരത്തിനൊരു തളർച്ചയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്നങ്ങ് റെസ്റ്റ് എടുക്കാം. കാരണം നാളെ നമ്മൾ 9 മാസങ്ങൾക്ക് ശേഷം വീണ്ടും തറവാട്ടിലേക്ക് പോകേണ്ട ദിവസമാണ്. നാളെ തിരുവനന്തപുരം RCCയിൽ ചെക്കപ്പിന് പോവാണ്. രാവിലെ പോവും. ഞാനും മുത്തുമണിയും കൂടെ പോകുന്നത്. ഞാനും മോനിക്കുട്ടിനൂടെ പോകണം എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നിട്ട് അവിടെ ശംഖുമുഖത്തൊക്കെ ഒന്ന് പോയി വരാം എന്നാണ് നേരത്തെ പ്ലാൻ ചെയ്തത്. പക്ഷെ മോനിക്കുട്ടിന് നാളെ എക്സാം ഉള്ളത് കൊണ്ട് മോനിക്കുട്ടിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം ഞാനും മുത്തും കൂടെ പോകുന്നത്. അപ്പു വരുന്നുണ്ട്. അപ്പുവിന് വേറെ എന്തോ ആവശ്യമുണ്ട് തിരുവനന്തപുരത്ത്. അപ്പം ഞങ്ങൾ എല്ലാവരോടാണ് പോകുന്നത്. അപ്പം രാവിലെ 8 മണിക്കുള്ള KSRTCക്കാണ് നമ്മൾ പോകാൻ ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പം എത്ര നേരത്തെ ചെന്നെന്ന് പറഞ്ഞാലും കീമോക്കാരെ വിളിച്ചിട്ടാണ് ഈ ഫോളോ അപ്പുകാരെ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 8 മണിയായിട്ട് പോകും. അതുപോലെ അതിരാവിലെ പോയാൽ എനിക്ക് എൻ്റെ തല വരും. അതാകുമ്പോൾ രാവിലെ വല്ലതും ചായയോ വല്ലതും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രൗൺ ബ്രെഡ് മേടിച്ചിട്ടുണ്ട്, ജാമും വാങ്ങിച്ചു. പിന്നെ ഇത് കണ്ടു, ലഡു. ഇന്ന് നമ്മുടെ ഹാപ്പി മാർട്ടിന്റെ 5th ആനിവേഴ്സറി ആയിരുന്നു. അതിന്റെ ലഡു ആണ് ഇത് കേട്ടോ. ഇത് ഇവിടത്തേക്കുള്ളതാണ്. വേറൊരു പാക്കറ്റ് കൂടെ തന്നിട്ടുണ്ട്. ഇത്
ജാനിക്കുട്ടിക്കൊക്കെ ഉള്ളതാണ്. കുക്കു ഇന്ന് ചെന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തന്നു വിട്ടത്. അത് ഞാൻ കൊടുക്കണം. പിന്നെ വേറെ എന്താണ്, അതൊക്കെ ഇരിക്കുന്നത് ഇതെല്ലാം അഴിച്ച് കളയട്ടെ പ്രിയങ്ങളെ. ഇന്ന് ഞാൻ ചിങ്ങം ഒന്നാന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് സാരി ഉടുത്തത് ചിങ്ങം ഒന്നിനാണ്. അതായത് 18ാമത്തെ വയസ്സിൽ 18ാമത്തെ വയസ്സിൽ ചിങ്ങം 1-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് സാരി ഉടുക്കുന്നത്. അത്ര വലിയ പ്രയാസവും വിഷമത്തിലും ഒന്നിനും ഒരു മാനസികാവസ്ഥ ഇല്ലാതിരിക്കുമ്പോഴാണെങ്കിലും ചിങ്ങം 1 വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് സാരി, അതായത് സെറ്റ് സാരി ഒന്നും ഉടുത്തില്ലെങ്കിൽ എനിക്കെന്തോ വലിയ നഷ്ടബോധമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് എനിക്ക് ഭയങ്കര മാനസിക പ്രയാസമായിരുന്നു. അത് കഴിഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് കുറച്ച് ദിവസങ്ങളെടുക്കും. അപ്പോൾ എന്നിട്ടും ഞാൻ ഇന്ന് ഇതൊക്കെ ഉടുത്തിട്ട് പോയതാണ്. നമുക്ക് കഴിഞ്ഞു പോകുന്നത് നമുക്ക് പിന്നെ തിരിച്ചു കിട്ടത്തില്ല. ആ ആ വന്ന് നീ സംസാരിക്കുമല്ലോ, ഒന്ന് റിലാക്സ് ആയിട്ടല്ലേ പറയുള്ളൂ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. ഞാൻ എൻ്റെ കൺപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ഇനിയിപ്പോ നല്ലതും കഴിക്കണം, നേരത്തെ കിടന്ന് ഉറങ്ങാം. എന്തോ അമ്മ ലൈസ് കഴിക്കാറില്ലല്ലോ. അച്ചാച്ചൻ വന്നോണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ മേടിക്കൂ. 100 രൂപ നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ പ്രിയപ്പെട്ട ഒരാൾ വന്ന് ചിപ്സ് ഒക്കെ കൊണ്ടുതന്നു കേട്ടോ. അതിന്റെ ബാക്കി ഞാൻ അവർക്ക് കൂടെ കൊടുക്കാൻ എടുത്ത് വെച്ചതാണ്. ഞാൻ രാവിലെ ചോറ് റൈസ് കുക്കറിനകത്ത് തിളപ്പിച്ച് വെച്ചിട്ടാ പോയി. വാർത്തിടട്ടെ, പിന്നെ ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വാർത്തിടാം. കഴിച്ചോ? അവര് തരുന്നതല്ലേ 10 രൂപയ്ക്ക്, വില നോക്കത്തില്ലല്ലോ. രാവിലെ പുട്ടും പഴവുമായിരുന്നു, അതുൾപ്പെടെ ഇരിപ്പുണ്ട്. ആ ടേബിൾ തുടച്ചിട്ടേക്കോ? ഹലോ, മറ്റന്നാ പൈസ കൊടുക്കണോ? ഹലോ, കുഞ്ഞോ ഇതെടുക്കുക. വിളിക്കണം. ആ ബസ്സിനാവും. ബുധനാഴ്ചയല്ലേ പറ്റുന്നത്, റെഡിയാവുന്നത്. എനിക്ക് അപ്പോഴേ തോന്നിയത് പ്രാർത്ഥനയുടെയാണ്. കണ്ണാടി വെക്കാൻ പറ്റൂലേ? മോനെ കൊണ്ട് അതെന്നെ കൊണ്ട് കാണിച്ചു. അവനും വേണോ? ഇതുപോലത്തെ ഒന്നും ഇവിടെ കിട്ടത്തില്ല, അതൊക്കെ അവിടുത്തെ ആയിരിക്കും. ചോറുണ്ണാം പ്രിയങ്ങളെ. ഞാൻ പറഞ്ഞത് കേട്ടാ നിങ്ങളെ കൂടി ഇങ്ങോട്ട് വിളിക്കുവാന്ന് തോന്നുമല്ലേ? ചൂടുവെള്ളം കുടിക്കാൻ ഭയങ്കര ഒരു ത്വര. അതിന് ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളം എടുത്ത് വെച്ച് കഞ്ഞിവെള്ളം തെളിച്ച് ഊറ്റി കുടിക്കാൻ പോവാണ് കേട്ടോ. കുറച്ചു നേരമായി എടുത്ത് വെച്ചിട്ടാ തെളിഞ്ഞു. അവർക്കിനി പുട്ട് മതിയാരി
മുത്ത് പുട്ടാ കഴിക്കുന്നെങ്കിൽ മോനിക്കുട്ടന് മുട്ട കഴിക്കും. അമ്മ അവിയൽ കഴിഞ്ഞിട്ടുണ്ട്, മീൻകറി ഉണ്ട്, അതൊന്നും വലിയ ആവശ്യം. അതാർക്ക് അച്ചാച്ചനാന്ന്? 2 പാത്രമാ അത്. അച്ചാച്ചന് എടുത്തോളൂ. നീ ആ കറിയൊക്കെ എന്റെ മുകളിൽ ഒഴിച്ച് അവന് ഇഷ്ടമല്ല കറി എന്റെ പുട്ട് അവിടെ വെച്ചേര്. പഴം വേണം. ഇനി ഉണ്ടോ അതിനകത്ത് പുട്ട്? ചമ്മന്തിയും വേണ്ടേ? അല്ല ഇതങ്ങോട്ട് കഴിച്ച്. കഷ്ണം മീനെ കഴിക്കൂല്ലയോ? അത് മുള്ളടത്താൻ സമയമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ? നിന്റെ തലക്കഷ്ണമൊക്കെ എന്നെ നോക്കി അതിനകത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. ചോറ് നല്ല ചൂടാ. രാവിലെ നമ്മൾ ചമ്മന്തി അരച്ചായിരുന്നു. മോനിക്കുട്ടനും ഞാനും ചോറ് കൊണ്ടുപോകണല്ലോ. അക്ഷരമൊക്കെ ഇടയ്ക്ക് വിഴുങ്ങി പോവാണ് കേട്ടോ, സോറി. അവിയലും കൂടി എടുത്തേ. അപ്പൊ എൻ്റെ അത്താഴം ഇതാണ്. കഴിക്കട്ടെ പ്രിയങ്ങളെ. എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം സ്നേഹം. നല്ല വിശേഷങ്ങളുമായി കാണാമെന്ന പ്രതീക്ഷയോടിരിക്കുകയാണ്. അപ്പൊ നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ദിവസമായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത്. എന്നാലും എൻ്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഒരു കുഴപ്പവും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണല്ലോ വേണ്ടതല്ലേ. അപ്പൊ നാളെ പോയേച്ചും വരാം. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം വീണ്ടും വീണ്ടും സ്നേഹം അറിയിക്കുന്നു. വീഡിയോ മാക്സിമം കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം. വീണ്ടും കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. അതാ എനിക്ക് 1 ലിറ്റർ 1 ലിറ്റർ കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.